എങ്കിലും ഇതൊരു ബ്രഹ്മാണ്ഡ ചിത്രമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു എന്താണ് ലക്ഷണങ്ങളൊക്കെ ഉള്ള ശരി, നീ കണക്കാക്കിക്കോ. നിങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ ബേസിക്കലി മലയാളത്തിൽ അല്ല, ഞാൻ പറയട്ടെ, ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് എന്താണ്? നമ്മളാകെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ട് നമ്മൾ ഈ സിനിമ പരമാവധി വിഷ്വലി നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ബ്രഹ്മാണ്ടം ചെയ്യാനുള്ള പഠിച്ചിട്ടുണ്ടോ നമ്മുടെ കയ്യിൽ? ഇല്ലെന്നേ. മലയാളത്തിൽ നടക്കുന്ന ഞാൻ കംപ്ലീറ്റ് ആണ്. മലയാളത്തിൽ നടക്കുന്ന ഇപ്പൊ മഹേഷിന്റെ വ്രതകാരൻ എന്നൊരു ചിത്രത്തിന്റെ തന്നെ ഒരു 10 ഇരട്ടി ബഡ്ജറ്റ്, ഇപ്പൊ 60 കോടി അല്ല എന്ന് പറഞ്ഞാൽ തന്നെ 10 ഇരട്ടി ബഡ്ജറ്റ് വരുന്ന ഒരു ചിത്രമാണ്. എത്ര കോടി ഉണ്ടാവും? 30 കാണത്തില്ല. 30 ഉണ്ടാവും. അപ്പൊ ഒരു 10 ഇരട്ടിയെങ്കിലും മിനിമം. അത് ഇതിന്റെ 3-4 ഇരട്ടിയുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ട്. മറ്റു ഭാഷകളിൽ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന മറ്റു ഭാഷകളിലെ സിനിമകൾക്ക് ഇതിന്റെ 10 ഇരട്ടിയിലധികം ബഡ്ജറ്റ് ഉണ്ടാവും. അതിനെയും ഇതിനെയും ഞാൻ മലയാളത്തിൽ ബേസ് ചെയ്തു. അപ്പം അതിന്റെ അകത്ത് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതൊരു മാസ്റ്റർ പ്ലാൻ ആണ്. ഈ ഹൈപ്പിന് പ്രത്യേകിച്ച് അവാർഡ് ഉണ്ടോ? സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഹൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഹൈപ്പ് എന്തിനാണ്? ആളുകൾ അറിഞ്ഞാൽ പോലെ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആൾക്കാർ ഇന്നത് കാണാം എന്ന് പ്രതീക്ഷിക്കാതെ അവര് കണ്ടിട്ട് മനസ്സിലാക്കട്ടെ എന്താണ് സിനിമയ്ക്കകത്ത് ഉള്ളതെന്ന്. അപ്പൊ ഹൈപ്പ് ഉണ്ടാക്കിയെന്ന് വെച്ചൊരു സിനിമ നന്നാവണമെന്നുണ്ടോ? ഇല്ല. സിനിമ നന്നായാല് എന്ത് ഹൈപ്പോ റീച്ചോ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമ പ്രൊമോഷൻ ഹൈപ്പ് എന്നൊക്കെ പറയുന്നത് സിനിമ കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമാണ്. അല്ലാതെ അതിനപ്പുറത്ത് അതിന് പ്രസക്തിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സിനിമ ഇറങ്ങിയിട്ട് അതിന്റെ ക്വാളിറ്റി അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതിന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ. ഫ്രണ്ടില് തൊട്ട് ഫ്രണ്ടില് ഈ അജയന്റെ 2ാം മോഷണമാണ് ഷോർട്ടാക്കി ARM ആക്കിയത്. അപ്പം ഇപ്പൊ അബ്രോഡ് ഉള്ളവരൊക്കെ ഇതിന്റെ ട്രെയിലർ റിയാക്ട് ചെയ്തപ്പം അവർ പ്രൊണൗൺസ് ചെയ്യുന്നത് ആമെന്നാണ്, ARM എന്നല്ല. അപ്പൊ നിങ്ങൾ ഈ നെയിം ചേഞ്ച് ആക്കിയപ്പോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നിയിരുന്നു? അതിലൊന്നും ഇവിടെ പ്രസക്തിയില്ല. സിനിമ കാണുന്ന സമയത്ത് ഇത് വിഷ്വൽ ലാംഗ്വേജ് ആണ്. സിനിമ മനസ്സിലാക്കാനോ മനസ്സിലാക്കാതിരിക്കാനോ ഈ പേര് കാരണമാകുന്നില്ല. അവർക്ക് ARM എന്ന് പറയണം, ആമെന്ന് പറയണം, അജയൻ 2ാം മോഷണം എന്ന് പറയണം, എങ്ങനെ പറഞ്ഞോട്ടും കുഴപ്പമില്ല. സിനിമ കണ്ടാൽ മതി. നമുക്ക് ആളുകൾക്ക് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ARM മാറ്റിയത്. അവർക്ക് അതിനേക്കാൾ എളുപ്പം ആം എന്ന് പറയാനാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ ടൈറ്റിൽ കാണിക്കുമ്പോൾ ഫസ്റ്റ് ഒരു വാള് കാണിച്ചിട്ടാണ് ARM എന്ന് കാണിക്കുന്നത്. അപ്പൊ അത് ആക്ച്വലി ഒരു ആമാണ്. അപ്പൊ അങ്ങനെ മീൻ ചെയ്തിട്ട് ചെയ്തതാണോ? അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതേപോലെ ഡയറക്ടറിനോട് അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതിനകത്ത് എവിടെയൊക്കെ ഞങ്ങൾ എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അത് സിനിമയുടെ ആദ്യം ഇറങ്ങിയ പോസ്റ്റർ മുതലേ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അത് പിന്നെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അതേപോലെ സുരഭി ചേച്ചിനെ ഇപ്പൊ നാഷണൽ അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം ഇങ്ങനെ കൊമേഴ്ഷ്യൽ സിനിമയിലൊന്നും നായികയായിട്ട് അധികം കണ്ടിട്ടില്ല. അപ്പം എന്താ ഐ അപ്രീഷിയേറ്റ് യു ഫോർ കാസ്റ്റിംഗ് ഹർ. അല്ല, അങ്ങനെയല്ല. അത് എല്ലാ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണല്ലോ ഓരോ ആർട്ടിസ്റ്റിനെയും കാസ്റ്റ് ചെയ്യുന്നത്. അധികം കണ്ടിട്ടില്ല. നമുക്ക് അതെ, നമ്മുടെ സിനിമയ്ക്കായിരുന്നു ആവശ്യം. സുരഭി ചേച്ചിയാണെങ്കിൽ അല്ല, അത് സിനിമയ്ക്കായിരുന്നു സുരഭീന് ആവശ്യം. കറക്റ്റായിട്ട് അങ്ങനെ നമ്മൾ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല അങ്ങനെ മലയാള സിനിമ കൊമേഴ്ഷ്യൽ സിനിമകളിൽ. അല്ല, കൊമേഴ്ഷ്യൽ സിനിമകളിൽ ഞാൻ അധികം വന്നിട്ടില്ല. അപ്പം ഈ സിനിമയിൽ ഈ പറയുന്നത് പോലെ 2 ക്യാരക്ടർ അവതരിപ്പിക്കാനുണ്ടായിരുന്നു. അതിൽ അവർക്ക് എന്നിലൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് എന്നെ വിളിച്ചു. ഞാൻ പോയി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അത് ചെയ്തു എന്നുള്ളതാണ്. അമ്മൂമ്മയായിട്ടാണ് ആദ്യം കാസ്റ്റ് ചെയ്തത്. പിന്നെ ആലോചിച്ചപ്പോൾ നായികയും കൂടെ ആയതാണ്. ആദ്യം അമ്മൂമ്മയായിട്ടും നായികയായിട്ടും ഒരേ സമയം അഭിനയിക്കാൻ പറ്റുന്ന ചുരുക്കം നടിമാരിൽ ഒരാളാണ് എന്നൊരു ഖ്യാതി കൂടെ ഉണ്ട്.